Dear friends, today we can continue the next part of the lesson, the mysterious picture. In the last class, we discussed the characters of the mysterious picture. Who were they? The main character of the story, Till. Yes, Till, a painter who was coming from Flanders, happened to came to the palace of the Archduke of Battenberg. ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ രാജകുമാരൻ്റെ അടുത്തേക്ക് ആരാണ് വരുന്നത്? ടിൽ ദ പെയിൻറ്റർ. ഫ്ലാൻഡേഴ്സിൽ നിന്നും പെയിൻറ്റർ ആയിട്ടുള്ള ടിൽ എവിടേക്ക് വരികയാണ്? ഈ ഒരു പാലസിലേക്ക് വരുന്നു. സോ ഹി മെറ്റ് ഹൂം, ആരെയാ കണ്ടുമുട്ടിയത്? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ആ ഗാർഡ്സിന്റെ ക്യാപ്റ്റൻ അല്ലെ, പാലസിന്റെ എൻട്രൻസിൽ നിൽക്കുന്ന ക്യാപ്റ്റനെയാണ് ഇയാൾ കണ്ടുമുട്ടുന്നത്. സോ വെൻ ദിസ് മാൻ വാസ് ഹീസ് കമ്മിങ് ഓൺ ഹിസ് ഡാങ്കി. ഡാങ്കിയുടെ മുകളിലാണ് ഇയാൾ വരുന്നത്. അപ്പം ഇയാള് ഒരു ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ ദ ക്യാപ്റ്റൻ വാസ് സോ ഇംപ്രസ്ഡ്. ഫ്ലാൻഡേഴ്സ് ഇസ് എ പ്ലേസ്. ദിസ് പ്ലേസ് വാസ് ഫേമസ് ഫോർ പെയിന്റിങ്. പെയിന്റിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത്, ഫ്ലാൻഡേഴ്സ്. ആ ഫ്ലാൻഡേഴ്സിൽ നിന്ന് ഒരു പെയിന്റർ വന്നു എന്ന് കേട്ടപ്പോൾ ക്യാപ്റ്റന് ഭയങ്കര ഇംപ്രഷൻ തോന്നി. സോ ഹി came to enter the palace. Now we can go to the next paragraph. Look at the next paragraph. The captain knew that Flemish painters and their pictures were in great demand all over Europe. Till was presented to the Archduke. He saluted the Archduke 3 times and stood before him with his head bowed. May your Highness pardon me for my rashness in thinking that one of my paintings will please your Highness. I have brought a picture of Our Lady the Virgin in her royal robes. I have painted it specially so that I might lay it at your noble feet. Till paused a few moments for his words to sink in. Then he continued, "You must forgive me, Your Highness, if I have dared to hope that this picture will please you. Perhaps Your Highness might wish to offer me the chair of your court, the chair of your court painter who died recently. I can see the empty velvet chair waiting to be filled." Okay, we can go to this paragraph in detail. The captain, I told you, the captain of guards, ആ പാലസിന്റെ എൻട്രൻസിൽ നിന്നിരുന്ന ആ ക്യാപ്റ്റൻ, knew that Flemish painters were and their pictures were in great demand all over Europe. യൂറോപ്പിൽ വളരെ നല്ല ഡിമാൻഡാണ് ആർക്ക്? ഫ്ലെമിഷ് പെയിന്റേഴ്സിനും അവരുടെ പെയിന്റിങ്സിനും. സോ ടിൽ വാസ് പ്രസന്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. അതുകൊണ്ട് ടില്ലിനെ പെട്ടെന്ന് ആർച്ച് ഡ്യൂക്കിന്റെ മുമ്പിലേക്ക്, രാജകുമാരന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഓ, നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് വളരെ ഇംപ്രസീവായിട്ട് ആര് കൊണ്ടുവന്നു? ക്യാപ്റ്റൻ. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times. വളരെ റെസ്പെക്റ്റീവായിട്ട് അല്ലേ, രാജകുമാരൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കല്ലേ, അതുകൊണ്ട് വളരെ റെസ്പെക്റ്റീവായിട്ട്. സോ ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times. ഓക്കെ, ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. തല കുനിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി രാജാവിൻ്റെ മുമ്പിൽ നിന്നു. May your Highness pardon me for my rashness in thinking that one of my paintings will please your Highness. May your Highness, your Highness, your Highness എന്ന് പറയുന്നത് എന്താ? വളരെ ആദരവോടുകൂടി
ഈ നല്ല ഹൈ പൊസിഷനിലുള്ളവരെ നമ്മൾ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് യുവർ ഹൈനസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. മേ യുവർ ഹൈനസ് പാർഡൺ മീ, നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും, ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ്, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ പെട്ടെന്ന് ഈ പാലസിലേക്ക് കയറിയത് കൊണ്ട്, പെട്ടെന്ന് രാജാവിൻ്റെ മുമ്പിലേക്ക് കയറിയത് കൊണ്ട് എന്നോട് ക്ഷമിച്ചാലും. ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്, സാറിന്, താങ്കളെ, എൻ്റെ ഒരു പെയിൻറ്റിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പെയിൻറ്റിങ്സ് നിങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം. I have brought a picture of our Lady the Virgin in her royal robes. രാജകീയ ഡ്രസ്സിൽ, റോബ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ് കേട്ടോ, ലോങ് ഡ്രസ്. രാജകീയ ഡ്രസ്സിൽ ദ വെർജിൻ ലേഡിയുടെ, വെർജിൻ ലേഡി, മദർ ഓഫ് ഗോഡ്, മദർ ഓഫ് ജീസസ്. ഓക്കെ, ആ വെർജിൻ ലേഡിയുടെ ഒരു പെയിൻറ്റിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മൈറ്റ് ബി പ്ലീസിങ് യു, ഇത് നിങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം. ഞാനൊരു പെയിൻറ്ററാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ വരച്ച ഒരു പെയിൻറ്റിങ് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്, നിങ്ങളുടെ നോബിൾ ഫീറ്റിൽ ഞാനിത് ഒന്ന് വെച്ചോട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ടിൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. അങ്ങനെ അത്രയും പറഞ്ഞ് കുറച്ചൊന്ന് ബഹുമാനം കാണിക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്തു. എന്നിട്ടോ ദെൻ ഹി കണ്ടിന്യൂഡ്, വീണ്ടും കണ്ടിന്യൂ ചെയ്തു. വീണ്ടും ടില്ല് പറയാണ് ആർച്ച് ഡ്യൂക്കിനോട്, യു മസ്റ്റ് ഫോർഗിവ് മീ, നിങ്ങൾ എന്നോട് ക്ഷമ കാണിക്കണം. യുവർ ഹൈനസ്, ഇഫ് ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, perhaps your highness might wish to offer me the chair of your court painter, who have died recently. So I have brought a painting to present before you, and your highness might wish to offer me. I have heard that the court painter, the painter of this palace, had been died. ഇവിടുത്തെ ഒരു പെയിൻറ്റർ, ഇവിടുത്തെ കോർട്ട് പെയിൻറ്റർ എന്തായിട്ടുണ്ട്, ഈ അടുത്തായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. സോ ദർ ഈസ് എ വേക്കൻസി ഓഫ് ദ കോർട്ട് പെയിൻറ്റർ ഇൻ ദിസ് പാലസ്. ഐ ന്യൂ, എനിക്കറിയാം ഇവിടെ ഒരു കോർട്ട് പെയിൻറ്ററുടെ ഒരു വേക്കൻസി നിലവിലുണ്ട്. സോ യു മേ അപ്പോയിൻറ്റ് മീ ആസ് എ കോർട്ട് പെയിൻറ്റർ, നിങ്ങൾ ഈ ഒരു കോർട്ട് പെയിൻറ്ററുടെ ഒരു ആ വേക്കൻസിയിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തേക്കാം എന്ന് വളരെ താഴ്മയോടുകൂടി ഐ എം റിക്വസ്റ്റിംഗ് യു. ഐ ഹാവ് ബ്രോട്ട് മൈ പെയിൻറ്റിങ്സ് ഓഫ് അവർ ലേഡി, വെർജിൻ ലേഡി ഇൻ ഹർ റോയൽ റോബ്സ്. അവളുടെ രാജകീയ ഡ്രസ്സിൽ, ദൈവത്തിൻ്റെ ആ രാജകീയ ഡ്രസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് വരച്ച ആ ഒരു പിക്ചർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ യു മൈറ്റ് ബി ഗിവിങ് മീ ദ പോസ്റ്റ് ഓഫ് ദ കോർട്ട് പെയിൻറ്റർ ഇൻ യുവർ പാലസ്. ഓക്കെ, ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. മീൻസ് ഐ ക്യാൻ സീ ദ വേക്കൻസി ഓഫ് ദ കോർട്ട് പെയിൻറ്റർ ഇൻ ദിസ് പാലസ്. ഈ പാലസിലെ കോർട്ട് പെയിൻറ്ററുടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് എനിക്കറിയാം. അവിടെ ഫിൽ ചെയ്യാൻ എനിക്ക് ആ പോസ്റ്റ് എനിക്ക് തന്നേക്കാം എന്ന് ആര് റിക്വസ്റ്റ് ചെയ്തു? ടിൽ ദ പെയിൻറ്റർ. ഓക്കെ, നൗ വി കൻ സീ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The Virgin's picture was a splendid painting, and the Archduke made up his mind at once. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. He directed him to the chair and made him sit on it. Well, my dear fellow, he said, you do have a tongue in your head, and you certainly seem to know how to use it. You are a very talkative fellow, aren't you? Okay. Look at this paragraph.
in detail. The Virgin's picture was a splendid painting. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു ദ വെർജിൻസ് പിക്ചർ. Our Lady the Virgin, മദർ ഓഫ് ജീസസ്, ആ ഒരു പിക്ചർ ടില്ല് കൊണ്ടുവന്ന ആ പിക്ചർ, ഇറ്റ് വാസ് സോ ഇംപ്രസീവ്. വളരെ മനോഹരമായിട്ട് വളരെ റിയൽ ആയിട്ട് പെയിൻറ് ചെയ്തൊരു പിക്ചറായിരുന്നു. ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് മനസ്സൊക്കെ ക്ലിയർ ചെയ്തു, ഉറപ്പിച്ചു, ദിസ് മാൻ ഈസ് ദ കോർട്ട് പെയിൻറ്റർ ബിക്കോസ് ഹി ഈസ് എ ഗ്രേറ്റ് പെയിൻറ്റർ. ഓക്കെ, Archduke made up his mind at once. He embraced and kissed on his both cheeks. Embrace, ആലിംഗനം ചെയ്യുക. And kissed him. The Archduke embraced and kissed till on both cheeks. He said, I shall be delighted. I'm very happy to make you my court painter. I'm very happy to make you my court painter. യു ആർ മൈ കോർട്ട് പെയിൻറ്റർ. നിങ്ങളാണ് എൻ്റെ കോർട്ട് പെയിൻറ്റർ. ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങളെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തു. ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ. ദിസ് ഇസ് യുവർ ചെയർ. ദിസ് ഇസ് ദ ചെയർ ഓഫ് ദ കോർട്ട് പെയിൻറ്റർ. ഇതാണ് ഈ കോർട്ട് പെയിൻറ്ററുടെ ചെയർ. സോ യു ക്യാൻ സിറ്റ് ദർ. ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. ടങ്, നിൻ്റെ ടങ് തലയിലാണെന്ന് പറഞ്ഞാൽ എന്താ? You are very talkative, okay, and you certainly seem to know how to use it. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. You are a very talkative fellow, aren't you? നിങ്ങൾ വളരെ ടോക്കറ്റീവ് ആണല്ലേ, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. സംസാരിച്ച് മറ്റുള്ളവരെ ശരിയാക്കുന്ന ഒരു കയ്യിലെടുക്കുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, എനിവേ യു ആർ മൈ കോർട്ട് പെയിൻറ്റർ. നിങ്ങൾ എൻ്റെ ഒരു കോർട്ട് പെയിൻറ്ററാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ നെക്സ്റ്റ്? അങ്ങനെ ടില്ല് ആരായി മാറി? ആ പാലസിലെ ഒരു കോർട്ട് പെയിൻറ്ററായിട്ട് ജോലി കിട്ടിയായിരിക്കും ടില്ലിന്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. യുവർ ഹൈനസ്, may it please you to remember me and my donkey Jeff for just one more minute. Till replied, my donkey has been feeding himself fairly well all along the way on the roadside, but I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps your highness can even hear it now. I have been feeding myself with dreams of good food and drink at your royal table. Okay. Your Highness, may it please you to remember me and my donkey. Yes. Your Highness എന്ന് ഉപയോഗിക്കപ്പോഴാണ് വളരെ ആദരസൂചകമായിട്ട് ആർച്ച് ഡ്യൂക്കിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രയോഗമാണ് ഇത്. യുവർ ഹൈനസ്. യുവർ ഹൈനസ്, may it please you to remember me and my donkey. Jeff is, I call donkey as Jeff. For just one more minute. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്നെയും എൻ്റെ ഡോങ്കിയെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. Till replied, my donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. ഞാനും ഡോങ്കിയും കൂടെയാണ് വന്നത്. ഞാൻ ഡോങ്കിൻ്റെ കൂടെയാണ് വന്നത്. സോ ഡോങ്കി വാസ് ഫീഡിങ്. ഡോങ്കി ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ ഹെഡ്ജസ്, ആ വേലിയിലുള്ള എല്ലാ തോൺസും മുള്ളുകളും അതേപോലെ ഗ്രാസും റോഡ് സൈഡിലുള്ള എല്ലാ ഗ്രാസും ഡോങ്കി കഴിച്ച് വെൽ ഫെഡാണ്, നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് മീ? ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. 3 ദിവസമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഭക്ഷണം കഴിച്ചിട്ടില്ല. Perhaps. So, my stomach has been complaining very loudly. Means what? My stomach has been complaining very loudly എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് എപ്പോഴാണ് കംപ്ലൈൻറ്റ് ചെയ്യാം? ബിക്കോസ് ഐ ആം വെരി ഹംഗ്രി.
എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പ് എനിക്ക് ഉണ്ട്. I have been feeding myself with dreams of good food and drink at your royal table. That is why the Archduke told him as a very talkative fellow. He is very talkative. അല്ലേ? നന്നായിട്ട് സംസാരിച്ച് മറ്റുള്ളവരിൽ നിന്ന് എന്തും കരസ്ഥമാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ടില്ലനുണ്ട്. ഡോങ്കി വെൽ ഫെഡാണ്, ഡോങ്കിയുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താണ്, ഐ ഡിഡ്ന്റ് ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. 3 ദിവസമായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. സോ ഐ ക്യാൻ സീ ദ ഗുഡ് ലഞ്ച് ആൻഡ് ഗുഡ് ഫുഡ് ഓൺ യുവർ റോയൽ ടേബിൾ. നിങ്ങളുടെ ഈ ഒരു പാലസിലെ ടേബിളിലുള്ള നല്ല ഫുഡ്, അതേപോലെ നല്ല ഡ്രിങ്ക്സ് ഞാൻ കാണുന്നുണ്ട്. സോ പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്. നെക്സ്റ്റ് പാരഗ്രാഫ്. The Archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey?" The Archduke smiled and said, Archduke knew that this man is a very talkative fellow. എന്ത് ആവശ്യമുണ്ടെങ്കിലും അവൻ ചോദിച്ചു വാങ്ങും എന്ന് ആർക്കറിയാം? ആർച്ച്ഡ്യൂക്കിന് അറിയാം. Well, my dear fellow, you will certainly have something more splendid, more solid than dreams to feed on. ഡ്രീം ചെയ്തതിനേക്കാൾ കൂടുതൽ സോളിഡ് ആയിട്ട് എന്ത് ചെയ്യാം? എനിക്ക് കിട്ടും, ഫുഡ് ഇവിടുന്ന് കിട്ടും. But where is your donkey? What about your donkey? I left him outside, opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said he. I left him outside. Yes, my donkey is outside. എൻ്റെ donkey എവിടെയാണ്? ഔട്ട്സൈഡിലാണ്. Opposite the palace. പാലസിൻ്റെ just opposite. I shall be most grateful. എനിക്ക് നിങ്ങളോട് കൂടുതൽ നന്ദി. Grateful means thankful. I will be so more thankful to you if Jeff is looked after. അവനെയും കൂടെ നിങ്ങൾ എന്നെ പരിഗണിക്കുന്നത് പോലെ, എന്നെ കെയർ ചെയ്യുന്നത് പോലെ എൻ്റെ ഡോങ്കിയും നിങ്ങൾ കെയർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ നിങ്ങളോട് ദയാലുവായനെ. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ. ഫോഡർ മീൻസ് കാലിത്തീറ്റയാണ് കേട്ടോ. കുറച്ച് ഫോഡർ അവന് കൊടുക്കണം. ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്. അവനെ ഇവിടെ താമസിപ്പിക്കണം. സെറ്റിൽ. ദ ആർച്ച്ഡ്യൂക്ക് immediately ordered the donkey to be taken care of, and he added, treat it like one of my own animals. ഈ ഒരു ഡോങ്കിയും എൻ്റെ സ്വന്തം ആനിമൽസിനെ പോലെ നിങ്ങൾ കെയർ ചെയ്യണം. ആ ഡോങ്കിക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കണം എന്ന് ആര് ഉത്തരവിട്ടു? ദ ആർച്ച്ഡ്യൂക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. So we have completed some more paragraphs. What did we learn? This Till was entered into the palace. Palace like enter ചെയ്തു. And he showed the paintings he has brought to the Archduke. അയാൾ കൊണ്ടുവന്ന പെയിൻറ്റിങ് ആർച്ച്ഡ്യൂക്കിന് കാണിച്ചു കൊടുത്തു. And the Archduke was so impressed with the painting of the Our Lady Virgin. എന്നിട്ടോ ദിസ് ടോക്കറ്റീവ് മാൻ, ടിൽ വാസ് എ ടോക്കറ്റീവ് ഫെലോ. ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായിട്ട് സംസാരിക്കുന്ന, അല്ലേ? സംസാരിച്ചിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള കഴിവ്, അതാണ് ടോക്കറ്റീവ്. ദിസ് ടോക്കറ്റീവ് ടിൽ had told Archduke to appoint him as a court painter. The painter had been died recently. അവിടെ മരിച്ചു പോയ പെയിൻറ്ററുടെ ഒരു വേക്കൻസി അവിടെയുണ്ട്, അവിടെ എന്നെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ആരോട് പറഞ്ഞു? ആർച്ച്ഡ്യൂക്കിനോട് പറഞ്ഞു. അറ്റ് ദ മൊമെന്റ് ഇറ്റ് സെൽഫ് ദ ആർച്ച്ഡ്യൂക്ക് അപ്പോയിൻറ്റഡ് ഹിം ആസ് എ കോർട്ട് പെയിൻറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം ടിൽ ഹാഡ് ഡിമാൻഡഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഡോങ്കിയെ കെയർ ചെയ്യണം എന്ന് ഒരു റിക്വസ്റ്റും കൂടെ പറഞ്ഞു. ആൻഡ് ഹി ഹാസ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. അയാൾക്ക് എന്തെങ്കിലും ഒന്ന്
കഴിക്കാൻ ആവശ്യമുണ്ട്. അയാളുടെ എല്ലാ റിക്വസ്റ്റും ആര് അംഗീകരിച്ചു? ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. സോ 4 question answers we had discussed in the last class. Next question answer we can look. 5th question. Look at the 5th question. The language used by Till when he speaks to the Archduke shows his respect for him. Pick out a few instances which show this. The language used by Till യൂസ് ചെയ്ത ലാംഗ്വേജ്, ഭാഷ അല്ലേ, വളരെ വ്യത്യസ്തമായിട്ടാണ്, വളരെ റെസ്പെക്റ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വാക്കുകൾ നിങ്ങൾ എടുത്തെഴുതാനാണ് 5th question. എന്താണ്? Till use the words like may your highness pardon me, I might lay it at your noble feet എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. പാർഡൺ മീ, എന്നോട് ക്ഷമിക്കണം, ഇത് നോബിൾ ഫീറ്റിൽ ഞാൻ ഈ പിക്ചർ വെച്ചാലോ എന്നൊക്കെ ചോദിക്കുന്ന വളരെ റെസ്പെക്റ്റ് തോന്നുന്ന വേർഡ്സ്. അതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th question. വാട്ട് ഡസ് ടിൽ വിഷ് ടു ബിക്കം? ടിൽ എന്താണ് ആരാവാനാണ് ടിൽ ആഗ്രഹിച്ചിരുന്നത്? ആരായിരുന്നു? ടിൽ വിഷ് ടു ബിക്കം ദ കോർട്ട് പെയിന്റർ. ഒരു കോർട്ട് പാലസിലെ ഒരു കോർട്ട് പെയിന്റർ ആവാനായിരുന്നു ടിൽ ആഗ്രഹിച്ചിരുന്നത്. Then 7th question. Do you think Till and his donkey are hungry? Give reasons for your answer. ടില്ലും ഡോങ്കിയും ഹംഗ്രി ആയിരുന്നോ? അല്ല. Donkey was not hungry. The donkey was not hungry as it was fed fairly well all along the way. വരുന്ന വഴിക്കൊക്കെ അത് കഴിച്ചുകൊണ്ടേ ആണ് വന്നത്. അതുകൊണ്ട് അത് ഹംഗ്രി ആയിരുന്നില്ല. ബട്ട് ടിൽ ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പക്ഷെ ടില്ലിന് 3 ദിവസമായിട്ടൊന്നും കഴിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് ടിൽ ഹംഗ്രി ആയിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ് വി ക്യാൻ ടേക്ക് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.